നമ്മളുടെ ടെറിട്ടറി എന്ന് പറയുന്നതൊരു ഗൾഫാണ്. ഏറ്റവും കൂടുതൽ പ്രവാസികൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അത് ഇപ്പോൾ മറ്റു പല ഏരിയകളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇന്നും അന്നും ഗൾഫ് തന്നെയായിരുന്നു. അന്ന് 3 മില്യൺ ഉണ്ടായിരുന്നു ഇന്ത്യൻ തൊഴിലാളികൾ സൗദി അറേബ്യയിൽ. പക്ഷേ ഇപ്പോൾ അത് UAE മാറി. സൗദിയിൽ 2.7 മില്യൺ മാത്രം. ആ രീതിയിലുള്ള ഒരു അത്രയും ജനനിബിഡമായ ഗൾഫ് മേഖലയിൽ മാധ്യമപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം കടുത്ത സെൻസർഷിപ്പിൻ്റെ പരിധിയിലാണ്. എനിക്കങ്ങനെ അതുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ഈ തട്ടകം കേരളം തട്ടകമായിട്ട് സ്വീകരിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല സെൻസർഷിപ്പിൽ. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ ദൗത്യങ്ങൾക്ക് ചെറിയ ലിമിറ്റ് ഉണ്ടെങ്കിലും എനിക്കതുണ്ടായിരുന്നില്ല. എന്തു പറയുന്നതിനും PTക്കും ഉണ്ടായിരുന്നില്ല എന്തും പറയുന്നതിനെക്കുറിച്ച്. എംബസികൾ നടത്തുന്ന അല്ലെങ്കിൽ അവർ സ്വീകരിച്ച് ഗവൺമെൻറ്റുകൾ നടത്തുന്ന തൊഴിലാളി വിരുദ്ധ സമീപനത്തെക്കുറിച്ച് പറയുന്നത് നമുക്കൊരു പരിമിതി. പക്ഷേ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നും പ്രവാസ ലോകത്തെ ദീർഘനാളായിട്ട് സഹായിച്ചത് പലപ്പോഴും ഗൾഫിലുള്ള മാധ്യമപ്രവർത്തകരാണ്. ഒപ്പം കാഴ്ചക്കാരായിരുന്നവരും. അവരുടെ മാധ്യമ പ്രവർത്തനത്തിൽ അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങൾക്കും വേണ്ടി അവർക്ക് പേനയുന്തുകയല്ല, അവർ തന്നെ സ്വയം അവരുടെ ശരീരം അവരുടെ മനസ്സും ഉപയോഗിക്കാൻ ഇടയാക്കിയ പല ഘട്ടങ്ങളും പ്രവാസ ലോകത്തിനുണ്ടായിട്ടുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ. ദുബായിലുണ്ടായിരുന്ന അഹമ്മദ് ഷെരീഫ് മുതൽ ഏറ്റവും അവസാനം സൗദി അറേബ്യയിലെ ഗൾഫ് മാധ്യമത്തിൻ്റെ നജീമുദ്ദീൻ വരെ. അപ്പോൾ ഇത്രയും മനുഷ്യർക്ക് അവരുടെ സ്വന്തം ഫീൽഡിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പ്രവാസ ലോകത്തിന് വേണ്ടി സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടും സാധിച്ചിട്ടുണ്ട്, അല്ലാതെയും സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രവാസ ലോകത്തിൻ്റെ ക്യാമറയുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ പുറകിലാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവരേണ്ട സാഹചര്യവും ഇല്ല, സത്യം പറഞ്ഞാൽ കൊണ്ടുവരേണ്ട കാര്യവുമില്ല. കാരണം അവർക്കും ബുദ്ധിമുട്ടുണ്ട് ക്യാമറയുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ വിഷയങ്ങളിലെല്ലാം ഇവരുടെ സഹായം വളരെ വലുതാണ്. അതോടൊപ്പം കാണേണ്ടത് ഇത്തരം മാധ്യമങ്ങളും സ്ലോലി വളരെ സാവധാനം പ്രവാസികൾക്ക് അനുകൂലമായ, പ്രവാസി തൊഴിലാളികളുടെ വിഷയങ്ങൾക്ക് അനുകൂലമായ, പ്രവാസി തൊഴിലാളികളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങുന്ന ഒരു കൗതുകകരമായ കാഴ്ചയും നമുക്ക് ഈ കാലയളവിൽ കാണാൻ പറ്റും. ഇന്ന് പ്രവാസ ലോകത്തോടൊപ്പം തന്നെ മറ്റ് ടെലിവിഷൻ ചാനലുകളിൽ വരുന്ന പ്രവാസികളെ സംബന്ധിക്കുന്ന പ്രോഗ്രാമുകൾ, കുവൈറ്റിൽ നിന്നായാലും സൗദി അറേബ്യയിൽ നിന്നായാലും ദുബായിൽ നിന്നായാലും വരുന്ന പ്രോഗ്രാമുകൾ, അവരുടെ പഴയ കണ്ടൻറ്റ്, ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് മരുഭൂമിയിലെ സുൽത്താൻ, ലയൺ ഓഫ് ദ ഡെസേർട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ നാമവിശേഷണങ്ങളോടുകൂടിയാണ് ഒരു പ്രവാസി അവതരിപ്പിക്കാറുണ്ടായിരുന്നത്. അതെല്ലാം സമ്പന്നരായി തീർന്ന ഭയങ്കര വളവള തിളങ്ങുന്ന വസ്ത്രങ്ങളണിഞ്ഞ മനുഷ്യരുടെ കഥകൾ മാത്രം പറയുന്ന ഒരു ശൈലിയായിരുന്നു. 2000 ഞാൻ പറയുന്നത് വർഷം കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ മാറി യഥാർത്ഥ പ്രവാസി തൊഴിലാളിയുടെ വർഷങ്ങളായിട്ട് വിസയോ രേഖകളോ ഇല്ലാതെ ഭാര്യയും കുട്ടികളുമായിട്ട് ജീവിക്കുന്ന, ഗൾഫിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ അദൃശ്യനാക്കപ്പെട്ട, ഒരു ഐഡൻറ്റിറ്റിയും ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള കഥകൾ വരെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. കോവിഡിൻ്റെ സമയത്ത് ഭക്ഷണം ലഭിക്കാൻ പോയ സാഹചര്യത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഇതൊക്കെ ഞാൻ പറയുന്ന ഓരോ സെൻറ്റൻസുകളും നിങ്ങൾ എഴുതി വെച്ചോ. ദീർഘനാളായിട്ടൊരു അറബിയുടെ കൂടെ തൊഴിലാളിയായിട്ട് ജീവിച്ചിട്ട് 30 വർഷത്തോളം രേഖകളില്ലാതെ ജീവിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് പറയാൻ തുടങ്ങിയിരിക്കുന്നു, വീട്ടു തൊഴിലാളിയാണ്. ഇതൊക്കെ പറയാൻ തുടങ്ങിയതിൻ്റെ പിന്നിൽ പ്രവാസ ലോകത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസിന്, പ്രവാസ ലോകം കാണിച്ചൊരു വഴിയുണ്ട്, മാർഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.